ഇപ്പൊ സച്ചി അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അർച്ചനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. സച്ചി പറഞ്ഞല്ലോ സച്ചി യാചകനല്ല എന്ന്. അല്ല, പക്ഷേ ഞാനിപ്പോ സച്ചിയുടെ മുമ്പിൽ ഒരു യാചക വേഷം കിട്ടി നിൽക്കുക. ദയവ് ചെയ്ത് എന്റെ കുടുംബം തകർക്കരുത് പ്ലീസ്. അപ്പോ എന്റെ ജീവിതം സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷനോടൊപ്പം അയാളുടെ ഭാര്യയായിട്ട് കൺമുന്നിൽ ജീവിക്കുന്ന കാണുമ്പോ ഭ്രാന്ത് പിടിക്കുന്ന എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിൽക്കണം. എനിക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയില്ല. ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട. എന്റെ ഭാര്യയുടെ ഓർമ്മ തിരിച്ചു കിട്ടേണ്ടത് എന്റെ മാത്രം ആവശ്യം. അവളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനുള്ള അധികാരം എനിക്കാ. അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ അവളെ എനിക്ക് വിട്ടുതന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ അർച്ചനോട് സംസാരിക്കാം. അതും അല്ലെങ്കിൽ എന്നെ കൂടാതെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. മകളുടെ തിരിച്ചുവരവിന് വേണ്ടി ദിവസവും കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരമ്മയുണ്ട്. അവൾക്ക് സഹോദരങ്ങളുണ്ട്, കുടുംബമുണ്ട്. അവർ സംസാരിച്ചോളും. അർച്ചന നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവരറിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എല്ലാരും കൂടെ എരിച്ചു കയറി ഇങ്ങോട്ട് വരും. അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ ഒറ്റൊരാളെ വിശ്വസിച്ച ഇതുവരെ ഞാൻ അവരോട് ഒരു വാക്കുപോലും പറയാത്തത്. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. തകർച്ചയുടെ നെല്ലിപ്പലകല ഞാൻ നിൽക്കുന്നേ. എനിക്ക് എന്റെ അർച്ചനെ തിരിച്ചു വേണം സാറേ. പ്ലീസ് സച്ചി, എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. ഇനി അധികം താമസം ഉണ്ടാവില്ല. ഒന്നും തകർന്നു പോകാതെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് സച്ചി ഒന്ന് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് സച്ചി ഇപ്പൊ ഒന്ന് പോകണം പ്ലീസ്. പിന്നെ ഇവിടെ ഇപ്പൊ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കിയ അർച്ചന എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല സച്ചി. അർച്ചനയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് ഒരല്പം സാവകാശം തന്നാൽ മാത്രം മതി. അർച്ചനയെ ഞാൻ തിരിച്ചു തരും പ്ലീസ് സച്ചി. ശരി, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. പക്ഷെ ആ വിശ്വാസം തെറ്റിച്ചാൽ പിന്നെ എനിക്ക് കോടതി വഴി നീങ്ങേണ്ടി വരും. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. ഈശ്വര, എന്നെ കാണാൻ വന്നതാ സച്ചേട്ടൻ. പക്ഷെ സച്ചേട്ടനെ അറിയാത്ത പോലെ എനിക്ക് അഭിനയിക്കേണ്ടി വന്നല്ലോ എന്റെ ദൈവമേ. മനസ്സ് തകർന്നിട്ടാ എന്റെ സച്ചേട്ടൻ പോയതും. എന്റെ മുന്നിൽ ഇപ്പൊ വേറെ വഴിയില്ല. എന്നോട് ക്ഷമിക്കണം എന്റെ സച്ചേട്ട.